നമസ്കാരം, ഞാൻ രഹല കൃഷ്ണ. എൻ്റെ കൂടെയുള്ളത് വീണ മണി. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, കുറച്ച് കാലങ്ങളിൽ സാമൂഹ്യ മാധ്യമ മേഖലയിൽ വളരെ ചർച്ചയാക്കപ്പെട്ട ഒരു വ്യക്തി. എന്നുവെച്ചാൽ ഒരു സാമൂഹിക പൊതുപ്രവർത്തക അല്ലെങ്കിൽ പൊതു പാരിസ്ഥിതിക പ്രവർത്തക വീണ മണി. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്ത്രീകൾക്ക് ഏറ്റവും സംരക്ഷണം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ധാരണ. അങ്ങനെയാണെങ്കിൽ ഒരു സാമൂഹിക പാരിസ്ഥിതിക പ്രവർത്തക എന്ന നിലയ്ക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെയുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയെ കരുതിയിട്ടുള്ള പ്രവർത്തനങ്ങളോട് വീണ മണിക്ക് എന്താണ് പറയാനുള്ളത്? ഒരു സുരക്ഷിതത്വം സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിൽ പോലും കിട്ടുന്നില്ല. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. ഇപ്പോൾ പിന്നെ അതിന് മുമ്പുള്ള ഉദാഹരണം, നമ്മുടെ ഒരു ഹൈക്കോടതിൻ്റെ അഡ്വക്കേറ്റ് 2 മക്കളും അമ്മയും വെള്ളത്തിൽ പോയിട്ട് മരണപ്പെടേണ്ടി വന്നു. എല്ലാവരും പറയും അഡ്വക്കേറ്റ് അല്ലേ, മറ്റ് താമസിച്ചൂടെ എന്നൊക്കെ പറയും. പക്ഷേ എങ്കിൽ അഡ്വക്കേറ്റ് ആയാലും അവരും സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സംവിധാനം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ ചുറ്റുപാടിൽ നിന്നുണ്ടാവണം, നാട്ടിൽ നിന്നുണ്ടാവണം, അതുപോലെ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതിന് യാതൊരു വിധത്തിൽ ചില വ്യക്തികൾക്ക് ഈ രാഷ്ട്രീയ വൈരാഗ്യം വന്നാൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല സത്യസന്ധമായിട്ട് സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഈഗോ പ്രശ്നം വരും. അവരെ അങ്ങനെ വളർത്തണ്ട എന്നുള്ള ഒരു ചിന്താഗതി വരും. അപ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഏത് തരത്തിലും ഇല്ലാതാക്കേണ്ട ചിന്താഗതിയിലൂടെ വീട്ടിൽ നിന്നാൽ തുടങ്ങും. അവരെ ചിന്ന ഭിന്നമാക്കാൻ വീട്ടിൽ നിന്ന് തുടങ്ങും. അപ്പോഴും നമ്മൾ പതറാതെ പിടിച്ചു നിൽക്കുന്നത് എവിടെയെങ്കിലും ഒരു വഴി ഉണ്ടാവുമെന്ന് വെച്ചാൽ അതാണ് സംഭവിച്ചതെല്ലാം നല്ലത്, സംഭവിക്കാൻ പോകുന്നത് നല്ലത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത്. പക്ഷേ നമുക്കെല്ലാം സംഭവിച്ചാലും പിന്നീടും പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് മാറി താമസിച്ചൂടെ. സ്വന്തം വീടുണ്ടായിട്ടും അതാണ് ഞാൻ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് വെള്ളത്തിൽ വീണ് മരണപ്പെട്ടപ്പോൾ ആ ലേഡിക്കും ആ 2 കുട്ടികൾക്കും യൂട്യൂബിൽ നിന്നും കേരളത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണർന്നു വന്നത്, അവരിത്ര പഠിച്ചതല്ലേ, പഠിച്ചു എന്ന് വിചാരിച്ച് സ്ത്രീയല്ലാതാവുന്നില്ല. ആദ്യം വേണ്ടത് നമുക്ക് സുരക്ഷിതത്വം, കിടന്നുറങ്ങാനുള്ള ഒരു ആരുടെയും ശല്യമില്ലാതെ കിടന്നുറങ്ങാനുള്ള സംവിധാനം, അത് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ കേരള ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അത് ഉണ്ടാവണം. അപ്പോൾ ഈ കേരള ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഞാൻ പറയുന്നത്. ഒരു സാമൂഹിക പ്രവർത്തക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് സംസാരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് ADM നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വീണാമണി ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൈബർ ബുള്ളിങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വീണാമണിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ടാവുമല്ലോ. ആ ഒരു സൈബർ ബുള്ളിങ് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ വീണാമണിക്ക് നേരെ ഒരുപാട് കാര്യങ്ങൾ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഷാജഹാൻ എന്ന വ്യക്തി അഡ്വക്കേറ്റ്, അവരാണ് എന്നെപ്പറ്റി പോലീസ് ഏർപ്പെടുത്തിയിട്ടാണ് ADM നവീൻ ബാബു സാറിൻ്റെ മരണത്തിന് ഞാൻ അങ്ങനെ വാർത്തയുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞത്. അവർ പറഞ്ഞ മുഴുവനും തെറ്റായിരുന്നു. ഞാൻ ADM നവീൻ ബാബു സാറിൻ്റെ മരണം ഇത് കളക്ട്രേറ്റിലൊക്കെ ഞാൻ എല്ലാ കളക്ട്രേറ്റിലും ഞാൻ പോകാറുണ്ട്. കണ്ണൂർ കളക്ട്രേറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എന്നെ അറിയാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിലും പോകുന്ന പോലെ ഞാൻ ഈ കണ്ണൂരും പോയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് സാറ് പത്തനംതിട്ടയിലെ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്, അതിനു മുമ്പ് കാസർഗോഡിലെ സമയത്തും പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എനിക്കറിയാം, എന്നും അറിയാം ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ സൈബർ ബുള്ളിനാക്കണം. അതിൻ്റെ അകത്ത് സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല ഇതിൻ്റെ അകത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയ ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഈ നവീൻ ബാബു സാറിൻ്റെ പ്രശ്നമായിട്ട് പെട്ടപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പ്രാവശ്യം. അപ്പോൾ 2 പ്രാവശ്യം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ അമ്പലത്തിലും ഒരു പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു. അപ്പോൾ പോലീസ് ക്ലോസ് ചെയ്തതെല്ലാം ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടുത്തെ വീഡിയോയിൽ ഉണ്ടായിട്ടും, അതായത് ഗുരുവായൂർ അമ്പലത്തിലെ വീഡിയോയിൽ ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ ഫോൺ വാങ്ങി വെക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു. എന്നിട്ട് ഈ കേരളത്തിൽ ഒരു FIR പോലും ഇടാത്ത പോലീസ് സ്റ്റേഷനാണ് ഗുരുവായൂർ അമ്പലത്തിലെ പോലീസ് സ്റ്റേഷൻ. സ്വന്തം വീട്ടിൽ നിന്ന് എനിക്ക് അയൽവാസികളിൽ നിന്ന്, അതായത് അവിടെ ശരിക്കും പെരുമണ്ണ് എന്ന സ്ഥലത്ത് ഞാൻ ഒരു വീട്ടമ്മക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് മാത്രമല്ല. അപ്പോൾ എനിക്ക് ലിൻഡലിൻ്റെ അത്രയാകുമ്പോൾ ഞാൻ അത്രത്തോളം ഒറ്റയ്ക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നീട് ഒരു കാട്ടുമൂലക്ക് ഒരു കുന്നും മലക്കാന്ന്. അപ്പോൾ ആ വീട് പൂർത്തിയാക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് കുമ്മനം രാജശേഖർ സാറിനോട് പറഞ്ഞു, അന്ന് ഗവർണറായിരുന്നു സാർ മിസോറാമിൽ. അപ്പോൾ സാറിനോട് പറഞ്ഞിട്ട് ആ സാറിൻ്റെ പൈസ കൊണ്ട് അത് അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഹരികുമാർ സാറ് NRSLൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനായിരുന്നു സാറ്, അവരായിരുന്നു ആ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫുൾ പൈസ കൊടുത്ത് 10 ലക്ഷത്തിന് ആ വീട് പൂർണ്ണമാക്കി കൊടുത്ത് താക്കോൽ ദാനമൊക്കെ ചെയ്ത്. അതിനുശേഷമാണ് എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത അയൽവാസികൾ ഞാൻ വ്യക്തമായിട്ട് ചേണിച്ചേരി വീട്ടിൽ സന്തോഷ്, ശൈലേഷ്, സജീവൻ,
സൈത്ത് അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാരും കുമാരി, റീന ഇവരൊക്കെ ചേർന്നിട്ട് വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. സാധനം എന്ന് പറഞ്ഞാൽ അവർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ക്യാമറ വെച്ചതുകൊണ്ട് ഈ എന്തൊക്കെ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന അത് മുഴുവൻ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇരിട്ടിയിൽ DYSP സാറായിരുന്നു പ്രിൻസ് എബ്രഹാം സാറിനോട് അവർ എടുത്തു കൊണ്ടുപോയത് പറയുകയും ചെയ്തു, സമ്മതിച്ചു. പക്ഷേ അന്നത്തെ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവ്, രാജ്യം മെമ്പർ അത് മാപ്പ് പറയാനൊക്കെ എൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ ഞാനതിൽ പിന്നീട് അതവിടെ തണുപ്പിച്ച് വെച്ചെങ്കിലും പിന്നീട് അവർക്ക് ഇതിൻ്റെ വൈരാഗ്യം കൂടിക്കൂടി വരികയും എൻ്റെ വീട്ടിൻ്റെ അകത്ത് വന്ന് എന്നെയും ഞാനും മകളും മാത്രമുള്ള സമയത്ത് ശാരീരികമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു. മാനസികമായി ഉപദ്രവിക്കുന്നതിനപ്പുറത്ത് ശരീരത്തിൽ ഉപദ്രവിച്ചു. ഞാൻ ഒരുപാട് ദിവസം ആശുപത്രിയിലായിരുന്നു. അതിന് രാമകൃഷ്ണൻ എന്ന വ്യക്തിയൊക്കെ അയൽവാസികളായിട്ടുള്ളവരുണ്ട് ഉപദ്രവിക്കാൻ വന്നത്. അപ്പോൾ കുഞ്ഞിനെ, ഒരു പെൺകുട്ടീനെ തൊട്ടാൽ അത് പോക്സോ നിയമത്തിലേക്ക് വരുന്ന ആ സാഹചര്യത്തിൽ കുഞ്ഞിനെയും അമ്മേനെയും അകറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അതിന് CPMൻ്റെയും കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടോത്ത് പ്രകാശൻ എന്ന വ്യക്തിയൊക്കെ അതിന് അവർക്കൊക്കെ വൈരാഗ്യം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട് പണി പൂർത്തിയാക്കുന്ന സമയത്ത് വീട് പണി കൊടുത്തത് കണ്ടോത്ത് പ്രകാശൻ എന്ന വ്യക്തി. അയാൾ CPM നേതാവായത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. വീടിൻ്റെ പണി തറ മുതൽ തെറ്റായ രീതിയിലെടുത്തപ്പോൾ ആ വീടിനെ പൊളിക്കേണ്ടി വന്നു. പൊളിച്ചപ്പോൾ ഒരാളെ കൊണ്ട് ഞാൻ ആ വീടിൻ്റെ പണി എടുപ്പിച്ചു. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ സ്ഥലം മുഴുവൻ അതിർത്തി മാറ്റി വേറെ രീതിയിലെടുത്തു. അത് CPMൻ്റെ സഹായത്തോടെ. അതിന് കോൺഗ്രസും സപ്പോർട്ട്, അത് രാജ്യം മെമ്പർ സപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലുള്ള വശം എന്ന് പറഞ്ഞാൽ അവർ ആ വീട് പാവപ്പെട്ട ഒരു ലേഡിക്ക് വീട് വെച്ച് കൊടുത്തു എന്നതിൻ്റെ വൈരാഗ്യം തീർക്കുക. ഈ മോഷ്ടിച്ചുകൊണ്ട സാധനത്തിൻ്റെ എൻ്റെ കയ്യിലുണ്ടാകുന്ന അതിൻ്റെ തെളിവുകൾ ഞാൻ ആർക്കും കൊടുക്കൂ എന്നുള്ള ഒരു ഭയം, അങ്ങനെയൊക്കെ ആയിരുന്നു അവർക്കുണ്ടായ ഇതിൻ്റെ ഉള്ളിലുള്ള ചതി. അങ്ങനെ ഉപദ്രവിച്ചിട്ടും വലിയ രീതിയിൽ, അതായത് FIR ഇട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ അവർക്ക് FIR ഇടേണ്ടി വന്നത് എൻ്റെ കയ്യിലുള്ള തെളിവായിരുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടും ശരിയാണെന്ന് തെളിയിക്കാൻ നാർക്കോ ടെസ്റ്റ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അതായത് ഈ ചാനലിനോ ഇപ്പം എന്നെ അഭിമുഖം നടത്തുന്ന വ്യക്തികൾക്കോ ഇതിൽ യാതൊരു പങ്കില്ല. എനിക്ക് മാത്രമാണ് പങ്ക്. ഈ വിഷയം, ഞാൻ സംസാരിച്ച വിഷയത്തിൽ എനിക്ക് മാത്രമാണ് പങ്ക്. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവനും നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ, നുണ പരിശോധന നടത്താൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇതിൽ അത് കണ്ണൂർ 2nd ക്ലാസ്സിൽ ഈ കേസുണ്ട്. അപ്പോൾ കേസ് വലിയ മൂല്യമായിട്ട്, അതായത് സത്യസന്ധമായിട്ട് എടുത്താൽ അവർ മോഷ്ടിച്ചു കൊണ്ടുപോയതും അതിനകത്ത് എന്ന് വെച്ചാൽ ഒരു 5-6 ലക്ഷം ഉറുപ്പ്യൻ്റെ ഇത് നഷ്ടം എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടായതിന് ശേഷം ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ മോഷ്ടിച്ച് കൊണ്ടുപോയതൊന്നും ആ കേസിൻ്റെ അകത്ത് FIRൽ കാണുന്നില്ല. പിന്നീട് നമ്മളെ കുടുംബജീവിതം തന്നെ തകർത്ത് ഭർത്താവിനെ കൊന്ന് പിന്നീട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാത്ത കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കുടുംബ ഫാമിലി തകർക്കുക എന്നത് അവരുടെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു. അത് തകർത്ത് വെച്ചു. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നവീൻ ബാബു സാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ 6 മാസം എൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് മുമ്പും കുറേ ആക്രമണങ്ങളുണ്ടായപ്പോൾ പിന്നീട് ഞാൻ അവിടെ മാറി നിൽക്കുക ചെയ്തത്. പക്ഷേ വീട്ടിൽ ഞാനിപ്പോൾ ഒരു 10-25 ലക്ഷം ഉറുപ്പ്യൻ്റെ PMEGPൻ്റെ ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സിമൻറ്റ് ഭരണി നിർമ്മിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പറമ്പത്ത്. അത് ഒരു 100-150 എണ്ണം ഉണ്ട് സിമൻറ്റ് ഭരണി. അതിനകത്തെന്ന് വെച്ചാൽ ഇവിടുത്തെ പഞ്ചായത്ത് നടത്തുന്ന ചെറിയൊരു സിമൻറ്റും ഇതൊന്നും ആക്കിയിട്ടല്ല, ഒറിജിനൽ പ്യുവറായിട്ട് സിമൻറ്റും അതുപോലെ തന്നെ അതിനകത്ത് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഒരു എത്ര വർഷങ്ങളായാലും പൊട്ടിപ്പോകാതിരിക്കുക അത്രയും നല്ല സംവിധാനത്തിൽ അത് കോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ അച്ച് ഒരു 10-100 അച്ച്, അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ അച്ച്, വലിയ അച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അച്ചുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5,48,000 രൂപേൻ്റെ വലിയ കോൺട്രാക്റ്റ് മിഷനറി അതൊക്കെ അവിടുന്ന് മോഷണം പോയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത് ADM സാറ് മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായ സംഭവം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്ന സംഭവങ്ങളിൽ അത് അയൽവാസികൾക്ക് അവിടുത്തെ പാർട്ടിക്കാർക്കുള്ള പങ്കുണ്ട്. അതുകൊണ്ടാണ് പോലീസ് FIR ഇടാതെ. അപ്പം ഞാൻ ഒരു 3-4 ദിവസം മുമ്പ്, ഇപ്പോൾ ഹൈക്കോടതിയെല്ലാം അടിച്ചല്ലോ, അപ്പോൾ നന്ദഗോപാൽ സാറിൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ ജോലി മതിയാക്കിയിട്ട് വീട്ടിലേക്ക് പോകാനുള്ള കാരണം എനിക്കൊന്ന് ഓപ്പറേഷൻ ചെയ്യണം. എൻ്റെ വയറ്റിൽ കുറച്ച് മുഴകൾ, ഇവർ വിഷാംശം തന്നിട്ടൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആര് വിഷാംശം? ചില വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ശ്രീജ ബാബു, അത് CPMൻ്റെ ആൾക്കാരാണ്. ശ്രീജ ബാബു, റെജിന, ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അവർക്ക് എങ്ങനെ വീണാമണിയോട് ഇത്രയും വിദ്വേഷം തോന്നാനുള്ള കാരണം എന്താ? അത് റിലേറ്റീവ് ബന്ധുക്കൾ CPMൻ്റെ കൂട്ടുപിടിച്ച് ചെയ്യുന്നത് എൻ്റെ സ്വത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വത്ത് സംബന്ധമായിട്ടാണ് ഇങ്ങനെ ഒരു കാരണങ്ങൾ, ആരോപണങ്ങളും കാര്യങ്ങളും വന്നു തുടങ്ങിയത്. സ്വത്ത് സംബന്ധമായിട്ടുള്ളതാണ് ഉപദ്രവങ്ങൾ ബന്ധുക്കൾ ചെയ്യുന്നത്. അപ്പോൾ ബന്ധുക്കൾ അവർ പക്ഷേ കൂട്ടുപിടിക്കുന്ന CPMൻ്റെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ ശ്രീജ ബാബു എന്നൊക്കെ പറഞ്ഞ ഭർത്താവിൻ്റെ പെങ്ങളാണ്. അപ്പോൾ അവർ റെജിന ഭർത്താവിൻ്റെ പെങ്ങൾ, അവരൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഇത് അവർ വീട്ടിൽ വന്നിട്ട് ആഹാരത്തിൽ ചെയ്ത് ഭർത്താവ് മരണപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരളിപ്പൂവ് ഇന്നയാൾ ഈ ശ്രീജ ബാബു, രാജീവ് ഇവർ വിഷം തന്നിട്ടുണ്ട്, അതുകൊണ്ട്
ഞാൻ രക്തഛർദ്ദിച്ചു എന്ന്. അപ്പോൾ പക്ഷേങ്കിൽ അവർ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ബോഡി പെട്ടെന്ന് പോയി കത്തിക്കുക ചെയ്തത്. അപ്പോൾ ഇതിന് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അവർ നാർക്കോ ടെസ്റ്റ് ചെയ്ത് തെളിയിക്കണം. എന്നിട്ട് അവർ ഏട്ടൻ്റെ ഭൂമി എടുത്തോട്ടെ, അല്ലെങ്കിൽ ആ ഭൂമിയിൽ ഏട്ടൻ്റെ സ്മാരകം പണിയണം. കാരണം ഇവർ മൂത്ത ഏട്ടനും ഇതുപോലെ കൊല്ലുക ചെയ്തത്. അപ്പോൾ ഇത് 2 ഏട്ടന്മാർ ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരിലാണോ ഇവര് വ്യക്തികളെ കൊടുത്തിട്ട് ആധാരം വാങ്ങിച്ചതാ. ഉന്നാട് കുളത്തിൻ്റെ അടുക്കാന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അവർ ഈ ഭൂമി അവരുടെ സ്വന്തം വില കൊടുത്ത് മേടിച്ച ആധാരം. അത് സഹോദരിക്ക് CPM-ൻ്റെ, അതായത് അവിടുത്തെ സുരേഷ് എന്ന് പറഞ്ഞ CPM-ൻ്റെ അവിടുത്തെ പുന്നാട് പഞ്ചായത്തിൻ്റെ മെമ്പറും അവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പർ രാജൻ എന്ന വ്യക്തി അവരുടെ കൂട്ടോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവച്ച 4 വലിയ വിലപിടിപ്പുള്ള കട്ടിൽ, മേശ, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ, മറ്റ് ഗൃഹോപകരണങ്ങൾ വലിയ പുതിയതായി വാങ്ങിച്ചു വെച്ച കിടക്ക, അതൊക്കെ എടുത്തുകൊണ്ട് ഒരു വട്ടക്കായത്തിൽ എന്ന് പറഞ്ഞാൽ ശ്രീജാബാബുവിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അത് ഞാൻ മുനിസിപ്പൽ കോടതിയിൽ കുത്തുപറമ്പ് കേസ് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ ആ കേരറിന്ന് ഈ വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ഇപ്പോഴും അവർ തേങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നിയമത്തിൻ്റെ വഴിയിലൂടെ പോകുന്നതാണെങ്കിൽ ഇത് കാലങ്ങൾ പിടിക്കും. പക്ഷേ ഇപ്പം ആ കുത്തുപറമ്പിലെ ജഡ്ജി പ്രസവിച്ച് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകി. ഇനി ജൂണിൽ ആകുമ്പോൾ അത് തുടങ്ങും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ നുണ പരിശോധന ഈ പറഞ്ഞ കക്ഷികൾ നുണ പരിശോധന തയ്യാറാണെങ്കിൽ അവർ സത്യസന്ധമായിട്ട് പോകട്ടെ. എന്നാലും ഇതൊന്ന് അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ, അല്ലാണ്ട് വെറുതെയെങ്കിലും ചുമ്മാ ആൾക്കാരോട് പറഞ്ഞിട്ട് എപ്പോഴും ഇതിൻ്റെ പുറകെ തന്നെ എനിക്ക് പോകാൻ കഴിയാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒരു നാർക്കോ ടെസ്റ്റിൻ്റെ അത്യാവശ്യം ഉണ്ടാവും. ഇത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുകയാണെങ്കിൽ ഈ പ്രശ്നം അങ്ങനെ തീർക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ വെറുതെയെങ്കിലും ഒരു സ്ത്രീനെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പലതരത്തിലും ഉപദ്രവങ്ങൾ ഭൂമി സംബന്ധമായി വീട് സംബന്ധമായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുന്നത്. അതിന് ഇപ്പുറത്തെ വീടിൻ്റെ ആ കക്ഷികൾക്കും കൂടി ഇതിൻ്റെ അകത്ത് ചേരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ CPM-ഉം കോൺഗ്രസും കൂടി ചേരുന്നത് ഈ ഭൂമി സംബന്ധമായിട്ടും അവിടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ഞാൻ അവിടെ നിൽക്കില്ല, അത് എൻ്റെതാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഒരു വ്യക്തി ലോൺ എടുത്താൽ പിന്നീട് ആ വീട്ടിലെ ലോൺ അടച്ചു കഴിയുന്നവരെ ലോൺ ബാങ്കിൻ്റെയാണ്. അപ്പോൾ അതവർക്ക് അറിയാത്ത പോലെ എന്നിട്ട് എല്ലാ സാധനങ്ങളും മുഴുവൻ മോഷ്ടിച്ച് കൊണ്ടുപോയി അവിടെ നിന്ന് എല്ലാം ചെയ്തതിന് ശേഷവും ആ വീട് മാത്രമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ടും ഈ അയൽവാസിയായ ചേണിച്ചേരി വീട്ടിൽ സന്തോഷ്, സൈത്ത്, ശൈലേഷ്, റീന, സജീവ് ഇവരൊക്കെ ഒരുപാട് സാധനം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു 10-30 ലക്ഷത്തോളം ആ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഇരിക്കൂറിലെ ആ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് കട്ടുകൊണ്ടുപോയവർക്കെതിരെ നിയമ നടപടി എടുക്കുക. എൻ്റെ വീടിൻ്റെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവരെ എല്ലാവരും വിളിപ്പിച്ച് ചേർത്ത് എന്താണ് സത്യാവസ്ഥ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ, അതല്ലെങ്കിൽ അയൽവാസീൻ്റെ ക്യാമറ പരിശോധിക്കുക. ഇത് എത്ര ഇതുണ്ട്, ക്യാമറേൻ്റെ മുന്നിലൂടെ ഇത് കൊണ്ടുപോകില്ല എന്ന് എനിക്കറിയാം, അത് വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുപോകും. എങ്കിലും നുണപരിശോധന നടത്തിയിട്ട് ഇതിൻ്റെ ഒരു തെളിവ് സഹിതം കൊണ്ടുവരട്ടെ, എന്നാലേ ഇത് ശരിയാവും, പൂർണ്ണമാവും. പിന്നെ അതിനപ്പുറത്ത് നിയമപരമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ ഞാൻ ഏതറ്റം വരെ നാർക്കോ ടെസ്റ്റ് ചെയ്യും. ഇവർ കള്ളക്കേസ് കൊടുത്താൽ അത് മേൽക്കോടതിയിലെത്തിച്ച് അവിടുന്ന് ഞാൻ തയ്യാറാണ് നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ. ഇനി എന്നെ ജീവിക്കാൻ അവിടെ എന്തായാലും വിടില്ല, കേരളത്തിലും വിടില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രീൻ്റെ അടുത്ത് പോയിട്ട് ഒരു നിരാഹാര സമരം ഇരിക്കും. കാരണം എൻ്റെ വയറ്റിൽ തേച്ച് മൊഴിയുണ്ട്, ഇവർ വിഷാംശം തന്നിട്ടാണ്, എനിക്ക് ജീവിച്ചേ മതിയാവും. ഈ നവീൻ ബാബുവിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ചേച്ചി എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അത് ഞാൻ നേരിട്ടിട്ട് സാറിനെ കൊണ്ടുപോകുന്ന ഞാൻ കണ്ടല്ലോ. പക്ഷേ ഷംസുദ്ദീൻ പറയുന്ന കാര്യങ്ങൾ അതായത് ഇന്ന് കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഞാൻ കണ്ടത് വേറൊരു സ്ഥലത്തു കൂടെ, അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്തെ ഭാഗത്തൂടെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഷംസുദ്ദീൻ പറഞ്ഞത് തെറ്റായതുകൊണ്ടാണ് ഞാൻ അവിടെ കളക്ടറേറ്റിൽ പോയി പറയുന്നത്, ഇന്നേ പോലെയാണല്ലോ ഇത് സംഭവിച്ചത്, പിന്നെ എന്തിനാണ് ഡ്രൈവർ അവിടെ നുണ പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കണ്ട കാര്യം ഞാൻ അവിടെ കളക്ടറേറ്റിൽ പോയി പറഞ്ഞത്. പിന്നീട് അന്ന് രാത്രി ഇവർ കൊന്നു എന്നൊക്കെ വന്ന അന്ന് ഞാൻ അവിടെ പോയി. ഞാൻ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഇതൊക്കെ നേരിട്ട് കാണുന്നത്. പിന്നീട് ഞാൻ മരണപ്പെട്ട സമയം ആ സാറ് മരണപ്പെട്ടപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കാണുന്ന നൂല് പോലുള്ള ഒരു ചരടിൽ കെട്ടിത്തൂങ്ങി എന്ന് പറഞ്ഞാൽ ഈ വയറ് ഇതിൻ്റെ ഒത്തിരിയും കൂടി തടിയില്ല. അപ്പം ചെറിയൊരു നൂല് പോലത്തെ വയറിൽ ഒരാൾക്ക് ഒരു 55 കിലോനെങ്കിലും ഒരു മനുഷ്യനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അയാൾ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കയറൊന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ കഴുത്ത് മുറിഞ്ഞു പോകും. ഇത് രണ്ടും സംഭവിച്ചില്ല. ഞാൻ ശരിക്കും പത്തനംതിട്ട പോയിട്ട് അവരുടെ കഴുത്തൊക്കെ നോക്കിയപ്പോൾ ഒരു ആത്മഹത്യ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു നമ്മളൊരു തോർത്ത് മുറുക്കിയാൽ പോലും അവന് കഴുത്തിന് അടയാളമില്ല. അതിങ്ങനെ ഒരു അടയാളമില്ല. അതിൻ്റെ വീഡിയോസ് ഒന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അന്ന് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെയും അവിടെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരുപാട് മരണങ്ങൾ ആത്മഹത്യ ചെയ്തിട്ട് തൂങ്ങി മരണമെന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിനോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരു സംഭവം നടന്ന ദിവ്യൻ്റെ ഇഷ്യൂസ് തലേ ദിവസം ഉണ്ടായല്ലോ. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ കൊണ്ടുപോയി. രണ്ടാമത്തെ കാര്യം എന്ന് വിചാരിച്ചാൽ പിന്നെ കണ്ണൂർ അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ, മരണപ്പെട്ട ആ സ്ഥലത്തിൻ്റെ അടുക്കുന്ന അടുത്താണ് പോലീസ് സ്റ്റേഷൻ, അതുപോലെ ആശുപത്രിയും. അപ്പോൾ അവിടത്തേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട സമയം 1 മണിക്കൂറില്ല, അത്രയും അടുത്താണ്. പക്ഷേ ഈ 6 മണിക്ക് ഏകദേശം 6:40 ഇടയ്ക്ക് കണ്ടു എന്ന് പറഞ്ഞിട്ടു അവർ 9:30 പോലീസ് അവിടെ വരുന്നത്. അത് ഹൈക്കോടതി കൊടുത്ത റിട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുവരെ പോലീസ് എന്താണ് ചെയ്തത്? അത് രണ്ടാമത്തെ പോലീസ് നായ അവിടെ വന്നിട്ടില്ല. നമ്മൾ ഇന്നലെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു വ്യക്തിയല്ലല്ലോ മരണപ്പെട്ടത്, ഒരു കണ്ണൂർ ജില്ലേൻ്റെ ഡെപ്യൂട്ടി കളക്ടറല്ലേ. അപ്പോൾ പോലീസ് നായ വന്നില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ എന്തുകൊണ്ട് കൊണ്ടുപോയി? പ്രശാന്ത് എന്ന അവരുടെ ജോലി അവിടെ, അതുപോലെ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനം, അതെന്തിനാണ് അവിടെ തന്നെ കൊണ്ടുപോയത്? കണ്ണൂർ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, തലശ്ശേരി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഇഷ്യൂസ്. പിന്നെ മൂന്നാമത്തെ കാരണം, ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബോഡി എടുത്തിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ ഈ താമസ സ്ഥലത്തുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്തൊക്കെയാണ് സാറിൻ്റെ ഉണ്ട് അതെല്ലാം എടുത്തിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടുകാർ വന്നിട്ട് ഒപ്പിടിച്ച് കൊടുത്തിട്ട് പരാതിയിൽ അവരുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാ നാട്ടിലെ പ്രമുഖരായ വ്യക്തികളുടെ മുമ്പിൽ വെച്ച് വസ്ത്രമഴിച്ച് യാതൊരു വിധത്തിലുള്ള കൊലപാതകവും നടന്നിട്ടില്ല എന്നൊക്കെ സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കണം ഇത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, താക്കോല് മുനീശ്വരൻ കോവിലിൽ കാസർഗോഡുള്ള ഒരു വ്യക്തിനെ കാണാൻ പോയി എന്ന് ഷംസുദ്ദീൻ പറയുമ്പോൾ താക്കോൽ എങ്ങനെയാണ് വീണ്ടും സാറിൻ്റെ അടുക്ക് എത്തിയത്? സാറിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ താക്കോലി കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അത് ആരുടെ കയ്യിൽ കൊടുത്തു, ഇങ്ങോട്ട് എങ്ങനെ എത്തിയെന്ന് ചോദ്യം വരേണ്ടത് അവരാണ്, അതൊക്കെ തെളിയിക്കേണ്ടത്. അപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മുനീശ്വരൻ കോവിൽ സുഹൃത്തിനെ കാണാൻ പോയ വ്യക്തി പിന്നെ എങ്ങനെയാണ് സാറിൻ്റെ കയ്യിൽ താക്കോൽ വീണ്ടും എത്തിയത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് സാറിനെ ആരോ കൊന്നിട്ട് അവിടത്തേക്ക് കൊണ്ടുപോയിട്ട് കിടത്തിയിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അതൊരു വീഡിയോസൊന്നും ഇല്ല. അതായത് സാധാരണ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ വീഡിയോസ് ഇത്ര മണിക്കൂർ, അതായത് ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഈ കൈയിൻ്റെ ഇവിടെയും കാലിൻ്റെ ഇവിടെയും രക്തം ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് വാർന്നു വന്നിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ അടിച്ചതിൻ്റെ പാടുകൾ ഞാൻ കണ്ടതാണ്. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന് അന്നത്തെ വീഡിയോസ് നോക്കിയാൽ മതി. നിങ്ങൾ അന്ത്യചുംബനം ഭാര്യ കൊടുക്കുന്ന സമയത്തുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തത്. അതിലൊക്കെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. അതായത് നമ്മൾ സ്കൾ ഓപ്പൺ ചെയ്തിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. അതെങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് നിങ്ങളാണ് അവിടുത്തെ വാർത്തകളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കുക, അപ്പം മനസ്സിലാവും. പിന്നീട് ഇവരെന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ഇവർ കൊന്നിട്ടില്ല. ഒരു സാറ് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ നിയമപരമായിട്ട് ഒരു വയസ്സായ ഒരാൾ മരണപ്പെടുന്നത് നമ്മൾ ഈ തിരുവനന്തപുരത്ത് കണ്ടതാണ്. ഒരു സ്വാമി മരണപ്പെട്ടിട്ട് അയാൾ മകൻ ആരോടും പറയാതെ അടക്കം ചെയ്തു. അത് നിയമത്തിന് തെറ്റാണ്. പക്ഷെ അടക്കം ചെയ്തെടുക്കുന്ന ആ സ്വാമീനെ ഇങ്ങോട്ടേക്ക് എടുക്കുകയും പിന്നീട് അവരെ നന്നായിട്ട് നല്ല രീതിയിൽ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെയും ചെയ്യേണ്ടതല്ലേ? ഒരു വ്യക്തി മരണപ്പെട്ടാൽ ഇവിടെ ആത്മഹത്യ ആണെങ്കിൽ അവർ സത്യസന്ധമായിട്ട് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യും. പക്ഷെ അത് ചെയ്തില്ല എന്നത് മറ്റൊരു സത്യം. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തും വേറൊരു കാര്യം, ഇതിൽ ഞാൻ അന്ന് മരണപ്പെട്ട ദിവസം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു, പോലീസിനോട് വിളിച്ചു പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കളക്ട്രേറ്റിൽ പോയി പറഞ്ഞു. അവിടത്തേക്കുള്ള വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അവിടത്തെയും കയ്യിലുണ്ട്, അവിടെ ക്യാമറയുണ്ട്. പിന്നെ ഞാൻ അന്ന് രാവിലെ പ്രഭാതത്തിൽ ചെങ്ങന്നൂരിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, എന്നിട്ട് പത്തനംതിട്ട പോയി, എന്നിട്ട് പത്തനംതിട്ട ഈ നവീൻ ബാബു സാറിൻ്റെ മലയാലപ്പുഴ വീട്ടിൽ പോയി രഹസ്യമായിട്ട്, ഇത് വാർത്തയാക്കാൻ പറഞ്ഞതല്ല, എനിക്ക് വാർത്തയാക്കേണ്ട താല്പര്യമില്ല, പക്ഷേ രഹസ്യമായിട്ട് അഡ്വക്കേറ്റിനോട് ഞാൻ അനുജനോട് പറഞ്ഞു. അപ്പോൾ അനുജൻ ഉണ്ട്, അഡ്വക്കേറ്റാണെന്ന് സാർ എന്നോട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ പോയിട്ട് സംസാരിച്ചത്. പിന്നെ നവീൻ ബാബു സാറ് സ്ത്രീകളെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയൊന്നുമല്ല. ആ സാറിൻ്റെ ഓഫീസിൽ ലാൻഡ് ഫോണുണ്ട്. പക്ഷേ കലക്ടറെ ഞാൻ വിളിക്കാറുണ്ട്. ഇത് ഇപ്പോഴത്തെ അരുണിനല്ല, അതിന് മുമ്പുള്ള കലക്ടറുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ ADM സാറിനെ ഞാൻ വിളിക്കാറുന്നില്ല. കാരണം സാർ ആരും സ്ത്രീകളുമായിട്ട് തെറ്റായ രീതിയിൽ സമീപിക്കുക, അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ലാൻഡ് ഫോണിൽ വിളിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കും, സംസാരിക്കും, അങ്ങനെയായിരുന്നു. അതായത് എനിക്ക് ലാൻഡ് ഫോണിലും വിളിക്കേണ്ടി വന്നില്ല. കാരണം എപ്പോഴും കലക്ടറാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കുക. കലക്ടറാന്ന് പറയുക ഡെപ്യൂട്ടി കളക്ടർ കാണണം. അങ്ങനെയുള്ള പരാതികൾക്കാണ് സാറിൻ്റെ ഓഫീസിൽ നമ്മൾ പോകാറ്.
ഇപ്പം ആദ്യം ചേച്ചിനെ കുറിച്ചിട്ടാണ് ഈ നവീൻ ബാബുവിൻ്റെ ഫാമിലി അടക്കം പറഞ്ഞത്. അങ്ങനെ ഇല്ല, അതല്ല സത്യം, അത് കള്ളമാണെന്നുള്ളൊരു അപ്പോൾ ഇത് പറയണം മോളെ. പക്ഷേ ഇപ്പോൾ അത് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങളാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളും സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. അപ്പം ഈ ഇപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങൾ, അന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ ഇന്ന് ശരിയാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇന്ന് പിന്നെ ഒരു വ്യക്തി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ക്ലിയറായിട്ട് ആ ബോഡി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ മനസ്സിലാക്കാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഇത് നമ്മളിപ്പോൾ ഒരു വാക്ക് ഗവൺമെൻറ്റിൻ്റെ ഇത് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ കോടതിയിലെ നിയമ നടപടികൾ, അതുപോലെ തന്നെ ഇപ്പോൾ നവീൻ ബാബു സാറിൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവ്യയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലെത്തിച്ച് ജയിലിലായ ശേഷം കൂട്ടാൻ പോയത് ഗോവിന്ദ മാഷെ ഭാര്യയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ചോദിച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പേരൊന്നും. പക്ഷേ ഇതിലിപ്പം എനിക്ക് പറയാൻ പറ്റാവുന്ന വിഷയങ്ങളെന്ന് വെച്ചാൽ ഭൂമി സംബന്ധമായിട്ടാണ് നവീൻ ബാബു സാറിനെ കൊല്ലുന്നത്. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൈക്കൂലി ആരോപിച്ച് കൊല്ലുന്നത്. തൃച്ചമ്മര ക്ഷേത്രത്തിൻ്റെ, രാജരാജേശ്വരി ക്ഷേത്രം, വൈദ്യനാഥ ക്ഷേത്രം ആ ഭാഗങ്ങളും, ചെങ്ങളായി പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളും, പടിയൂർ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിലെ ചെങ്കൽ ഭൂമിയൊക്കെ ഇത് പാർട്ടിക്കാരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഭൂമി സംബന്ധമായ വിഷയത്തിനാണ് ആ പാവ മനുഷ്യനെ കൊന്നത്. അപ്പോൾ അതിൻ്റെ രേഖകൾ സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പ്രൂഫ് നശിപ്പിക്കുന്നതായിരുന്നു. അതുപോലെ ഗീത IAS മാഡം അവർ സത്യസന്ധമായിട്ട് നവീൻ ബാബു സാർ ആരാണെന്ന് ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ 4 മാസം മന്ത്രി രാജൻ അവർ അത് പൂഴ്ത്തി വെച്ച് പിന്നീടാണ് വാർത്ത പിന്നീട് കൊടുക്കുന്നത്. ഇപ്പോഴും കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ നവീൻ ബാബു സാറിൻ്റെ കക്ഷികളുടെ വക്കീലാണല്ലോ രാംകുമാർ സാറ്, അവരുമായിട്ട് അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിമുഖത്തിൽ നിന്നും കുടുംബത്തിനും സമൂഹത്തിനും മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് വേണ്ടത്ര രീതിയിലുള്ള തെളിവുകൾ. അപ്പോൾ ഹൈക്കോടതി കണ്ണൂർ ജില്ലേൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു, പണ്ടത്തെ അഡ്വക്കേറ്റ് ആയിരുന്നു ഹൈക്കോടതിയിൽ ഇപ്പോഴത്തെ ജഡ്ജി. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൂങ്ങി മരിച്ചു എന്നതല്ല, അതായത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ നിങ്ങളെടുക്കുക എന്ത് പ്രൂഫാണുള്ളത്. അപ്പോൾ ഞാൻ ജഡ്ജിനോട് ഹൈക്കോടതിയോട് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും ചോദിക്കുന്നു, ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്ന എന്ത് തെളിവുകളാണ് ഇവിടെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്? ഒരു തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല. വേണ്ടത്ര പ്രൂഫ് ഒന്നും ഹാജരാക്കാതെ ആത്മഹത്യയാണെന്ന് അവിടെ ബലം പിടിച്ച് നിൽക്കാൻ എന്ത് തെളിവാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്? ഈയിടെയായിട്ട് നവീൻ ബാബു സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇവിടെ ഹൈക്കോടതി പൂട്ടിയതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോയ സമയത്ത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിനടുത്തുള്ള പെരുമണ്ണ എന്ന ഗ്രാമത്തിൻ്റെ ആ വീട്ടിൽ ഒരു ഏകദേശം 20 ലക്ഷം രൂപയോളമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ PMEGP വഴി എടുത്ത ലോണിന് ഒരു കോൺക്രീറ്റ് മെഷീൻ അടക്കം അതിൻ്റെ അച്ചും മോഡും അടക്കം ബാക്കി എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അവിടുന്ന് മോഷണം പോയിട്ടുണ്ട്. അവിടുത്തെ 9 ക്യാമറയും മോഷണം പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലെ നേരിട്ട് വിളിച്ച് കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ കണ്ണൂർ സെക്കൻഡ് ക്ലാസ് കോടതിയിൽ പോയി ജഡ്ജിയോട് നേരിട്ട് ചേംബറിൽ കയറി സംസാരിക്കുകയും ചെയ്തപ്പോൾ ജഡ്ജ് പറഞ്ഞിരിക്കുന്ന SP-ക്ക് നിങ്ങൾ പരാതി കൊടുക്കൂ, അതിന് ബാക്കി FIR കേസ് എടുത്തോളാമെന്നാണ്. ഈ ഞാൻ പറയുന്ന വ്യക്തികളെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വിളിച്ച് സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ താമസ സ്ഥലത്ത് താമസിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ തരുന്ന നമ്മുടെ ഗവൺമെൻറ് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് വീട്ടിൽ പോലും കൊടുക്കുന്നതെന്ന ചോദ്യമാണ് നമ്മുടെ ഗവൺമെൻറ്റിനോട് ഞാൻ ചോദിക്കുന്നത്.